അവിടെയാണ് മരിക്കേണ്ടത്. എങ്ങനെ മരിക്കണം? നമ്മുടെ മരണവും ഭൂമിയും തമ്മിലുള്ള ബന്ധം എന്താ? അവിടെ നിന്നാണ് പിന്നെ പൊന്തി പോവേണ്ടത്. ഇവിടെ നിങ്ങളൊരു കാര്യം ചിന്തിച്ചോളി. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പായി, സ്വർഗം ഭൂമിയിലല്ല. ആണോ? സ്വർഗം ഭൂമിയിലാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ആദരിയെ പുറത്തുവിടുമ്പോൾ അള്ളാഹ് പറയില്ല വലക്കും ഫിൽ അർളി, ഭൂമിയിൽ നിന്നൊരു ഗോളമുണ്ടെന്ന് രണ്ടാമത് പരിചയപ്പെടുത്തി കൊടുക്കൂല. അപ്പൊ സ്വർഗം എവിടെയാ? എവിടെയാ? മേളിൽ തന്നെ. ആര് പറഞ്ഞു? സ്വർഗം മേളിൽ തന്നെ. ആര് പറഞ്ഞു? മുകളിൽ തന്നെ. ആര് പറഞ്ഞു? പറഞ്ഞിരിക്കട്ടെ. മോനെ ആർജവത്തോട് വേണം എന്റെ ഖുർആൻ പറഞ്ഞു എന്ന് പറയണം. ഏത് സയന്റിസ്റ്റും വരച്ച നമുക്ക് പറയാം എന്റെ ഖുർആൻ പറഞ്ഞു സ്വർഗം ആകാശത്താണ്. ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى. അള്ളാഹുവിന്റെ റസൂലിന്റെ മിഅ്റാജിന്റെ യാത്ര പറയുമ്പോ അള്ളാഹ് പറയുകയാണ്, ഭൂമിയിൽ നിന്ന് ആകാശത്തിന്റെ സപ്തമാനങ്ങളും താണ്ടിക്കടന്ന ആത്മീയ നായകന്റെ ആത്മകക്ഷത്തിന്റെ അത്ഭുത യാത്രയുടെ കഥ പറയുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആകാശത്ത് വെച്ച് ജിബ്രീലിനെ കണ്ടു. എവിടെ വെച്ചാ കണ്ടത്? ഇന്ന സിദറത്തിൽ മുന്തഹ. സിദറത്തുൽ മുന്തഹയിൽ വെച്ച് ജിബ്രീൽ മറുപടി പറയുന്നു, നബിയേ തഖദ്ദം യാ ഹബീബി ലാ തഖബ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ. നബിയേ, ഇത് സിദറത്തുൽ മുന്തഹയാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് വരാൻ ജിബ്രീലിന് കഴിയില്ല. എന്താ സിദറത്തുൽ മുന്തഹ? ഈ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഒരു വസ്തു പോയാൽ ആ വസ്തുവിന് പരമാവധി എവിടം വരെ എത്താമോ ആ സ്ഥലത്തിന്റെ പേരാണ് സിദറത്തുൽ മുന്തഹ. അതിന്റെ തൊട്ടടുത്താണ് ഇൻദഹാ ജന്നത്തുൽ മഅവാ. അതിന്റെ തൊട്ടടുത്താണ് സ്വർഗമുള്ളതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 1000 വട്ടം ആവർത്തിച്ച് പറയുക. ആകാശലോകത്തിന്റെ ഉപരിലോകത്താണ് സ്വർഗമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സിദറത്തുൽ മുന്തഹ ഏതായാലും നബികൾ മേപ്പോട്ടാണല്ലോ മിറാജ് പോയത്. ആണല്ലോ. സ്വപ്നമല്ല എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, നല്ല മുമ്പിലാണെങ്കിൽ നേരെ മേപ്പോട്ടാ പോയത്. മുകളിലോട്ട് പോയി എവിടം വരെ? ഇന്ദ സിദറത്തുൽ മുന്തഹ. മുകളിലോട്ട് പോകുന്ന ഒരു വസ്തു പരമാവധി അവിടം വരെ പോകും, അവിടെ വെച്ച് നിൽക്കും. അതിന്റെ തൊട്ടടുത്താണ് ഇൻദഹാ ജന്നത്തുൽ മഅവ. ഇൻദഹാ ജന്നത്തുൽ മഅവ. അല്ലാഹു നല്ല ബോധം നൽകട്ടെ. അല്ലാഹു നല്ല ബോധം നൽകട്ടെ. അല്ലാഹു പറഞ്ഞു, ഈ ഭൂമിയെ നീ മാന്യമായി നിനക്ക് ജീവിക്കാനുള്ള സ്ഥലം. അല്ലാഹു ഭൂമിയിൽ മാന്യമായി ജീവിക്കാൻ മനുഷ്യരെ നമ്മളോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ ജീവിതം മാന്യമാണ്. നമ്മുടെ ജീവിതം മാന്യമാണ്. ശരി, ഇനി നമുക്ക് ഫീഹ തഹ്യൗന അത് മാത്രം ചർച്ച ചെയ്യാം. നമ്മുടെ ഹയാത്ത് ഭൂമിയിലാണ്. അല്ലാഹു നല്ല ഹയാത്ത് തരട്ടെ. അല്ലാഹ് പറഞ്ഞു, ഭൂമിയിൽ ജീവിക്കുമ്പോൾ നീ ഒരു കാര്യം ചെയ്യണം. ഭൂമിക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ സാധനം? ഭൂമി വെള്ളത്തിന്റെ മുകളിലാണ്. ഭൂമി കാരണം മനസ്സിലാവുന്നുണ്ട്, വെള്ളത്തിന്റെ മുകളിലാണ്. ആ വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഒരു സാധനം, ആ സാധനം എപ്പോഴും ആടിക്കൊണ്ടിരിക്കും. ഇപ്പൊ വെള്ളം നിറച്ചൊരു ബക്കറ്റിൽ റബ്ബർ പന്ത് കൊണ്ടുവിട്ടാൽ അവസ്ഥ എന്താ? അതിങ്ങനെ ആടും. വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഒരു സാധനം ആടും. അതൊരു കായിക പുല്ലിയാണ്. അതൊരു പൊതു നിയമമാണ്. വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഏതൊരു സാധനം ആടും. 7 മണിക്ക് ഞങ്ങൾ ആടുന്ന കണ്ടിട്ടില്ല. അതും വെള്ളത്തിന്റെ മുകളിലാണ്. അതൊരു കായിക പുല്ലിയാണ്. വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഒരു സാധനം ആടുക എന്നുള്ള ഒരു കായിക പുല്ലിയാണ്. അതൊരു പൊതു നിയമമാണ്. 7 മണി കഴിഞ്ഞ് അതകത്തോട്ടായ പിന്നെ അവൻ അതേപോലെ ബാലൻസ് തെറ്റി. ഖുർആന്റെ ഒരൊറ്റ ആയത്ത് സൂറത്തുൽ മുൽക്ക് എന്ന് ഓതന സൂറത്താണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹ് പറഞ്ഞു, ഈ ഭൂമിയെ ഞാൻ വെച്ചിരിക്കുന്ന ഒരു വെള്ളത്തിന് മുകളിൽ ആടുന്ന സാധനമായിട്ടാണ്. ഏത് സമയത്തും ഈ ഭൂമിയെ അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. വെള്ളത്തിന് മുകളിൽ വെച്ചിരിക്കുന്ന ഒരു ഗോളം, അതാണ് ഭൂമി. ഗോളാകൃതിയാണല്ലോ. ധ്രുവങ്ങളിൽ മെല്ല് പരന്ന് മുകളിൽ ധ്രുവ തുപ്പി അണഞ്ഞ് ആട്ടിക്കയും അണ്ടാട്ടിക്കയും മേളിൽ താഴെ നിൽക്കുന്ന ഒരു സാധനമാണ് ഭൂമി. ആ സാധനം വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന ഒരു പെണ്ണുങ്ങൾ ഇങ്ങോട്ട് നോക്ക്, ശാസ്ത്രം തന്നെ കേൾക്ക്. ഈ ഭൂമിയുടെ ബാലൻസ് ഉടനെ നിന്നെ കറങ്ങും. എന്റെ പൊന്നു പെങ്ങളെ, നീ എന്ന് മാറിയോ നീ ബാലൻസ് വിടും ഭൂമിയിൽ. ഇത് വെറുതെ ഞാൻ പറയുന്നല്ലോ ഖുർആൻ, വെറുതെ ഞാൻ പറയുന്നല്ലോ ഖുർആൻ. നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ മനസ്സിലാക്കി. ആ സാധനത്തെ അല്ലാഹ് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കണം. ഞാൻ എന്റെ വിടലങ്ങോട്ട് വിടും. അല്ലാഹ് പറയുകയാണ്, ഹുവല്ലദീ, അല്ലാഹയാണെന്നറിയോ?
പടച്ചറപ്പാരെന്നറിയോ? ഈ പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. ആഘോഷങ്ങളുടെ മുകളിലൂടെ ആടിത്തീർക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഈ ഭൂമി ആസ്വദിക്കാനുള്ളതാണ്. മതത്തിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി പണ്ഡിതന്മാരെ പുരോഗമനത്തിന്റെ പുറംവാതിൽ അടഞ്ഞു നിൽക്കുന്ന ഉൽപ്പദശുക്കളാക്കി മാറ്റി ഈ ഭൂമി ആസ്വദിക്കാനുള്ളതാണ്. ഈറിന്റെ രാത്രികൾ മുഴുവൻ നുരഞ്ഞു വന്നുന്ന ഗ്ലാസുകളുമായി ചിയേഴ്സുകൾ ചാടിത്ത മറിച്ച ഫുട്ബോൾ മാമാങ്കത്തിലെ കാളപ്പൂട്ടിനും പോയി ഈ ദുനിയാവ് ആസ്വദിക്കാനാണെന്ന് കരുതിയവരോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫുട്ബോൾ മാമാങ്കം നടത്തി അവസാന കത്തിക്കുത്തുണ്ടായിട്ട് പിരിയാനില്ല. പൊന്നുപങ്ങള് വെറുതെയല്ല ഭാര്യ എന്ന ലോകത്തിന്റെ ആവാസത്തിന്റെ ചാനലില് സ്വന്തം ഭർത്താവിന്റെ കൈ പിടിച്ച് അരക്കൈപ്പോട്ട് വസ്ത്രമില്ലാതെ ആടിത്തി നിൽക്കാനല്ല. ലോട്ടറി കച്ചവടക്കാരന്റെ പുറകെ പോയി ലോട്ടറി എടുത്തിട്ട് കോടികളുടെ വീട് പണിയാനല്ല, പലിശ കച്ചവടം നടത്താനല്ല. കോടികൾ വെച്ചിട്ട് ഈ ഭൂമിയുടെ മുകളിൽ കിടന്ന് അമ്മാനമാടുമ്പോ അള്ള പറയാണ്, ബുദ്ധിയില്ലാത്തവനെ നിനക്ക് ഓർമ്മയുണ്ടോ? അള്ള ആരെന്നറിയോ? അല്ലതീ ജയലക്കുമിൽ അറിവൂര ഇളകിയാടുന്ന ഭൂമിയെ അള്ള പറയുന്ന 66 കോടി 88,10,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ ആർട്ടിക്കും അന്റാർട്ടിക്കും പസഫിക്കും, ആർട്ടിക്കും അന്റാർട്ടിക്കും പസഫിക്കും, ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക്കും ഒക്കെ അടങ്ങുന്ന തിരമാലകൾ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് ചിതറി വീശുന്ന പർവ്വതങ്ങൾ തുള്ളിത്തെറിക്കുന്ന ഭൂമിയില്ലേ, ആ ഭൂമിയെ ഒരു വേട്ട മൃഗത്തോടാണ് അല്ലാഹുവിന്റെ ഖുർആൻ ഉപമിക്കുക. ഈ ഭൂമി ഒരു വേട്ട മൃഗമാണ്. വേട്ടയാടുന്ന നായക്ക് ലൈസൻസ് ഇല്ലാത്തതുപോലെ തുടരഴിച്ചു വിട്ട ഓടിപ്പാഞ്ഞു പോകുന്ന വേട്ടനായെ പോലെ തുടരെങ്ങാനും അടിച്ചു വിട്ട നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയാ, ആ സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയാ വേട്ടനായെ പോലെ തുള്ളിച്ചാടുന്ന ഭൂമിയാണിടെ ചേരലക്കുമൽ അറിവൂര. ഈ ഭൂമിയെ ഒരു ഇണങ്ങിയ മൃഗത്തെ പോലെ നിങ്ങൾ കാക്കിത്തന്നത് ഞാനല്ലയോ? അല്ലാഹുവിന്റെ ഖുർആൻ വാഴ്ത്തപ്പെടട്ടെ. അല്ലാഹ് ചോദിക്കുകയാണ്, ഈ ഭൂമിയെ ഇണങ്ങുന്ന ഒരു മൃഗത്തെ പോലെ നിങ്ങൾ കാക്കിത്തന്നത് ഞാനല്ലയോ? സഹോദരങ്ങളെ, നിയന്ത്രണമില്ലാത്ത കുതിര, കുതിച്ചോടുന്ന കുതിര, ലക്ഷ്യബോധമില്ലാത്ത കുതിര, അങ്ങനെ ഓടുന്ന ഭൂമിയെ അല്ലാഹു കുതിരത്ത് കൊണ്ട് പിടിച്ചു നിർത്തി തന്നിരിക്കുകയാ. എന്തിനെന്നറിയോ? ഫംശൂഫി മനാകിബിഹാ. ഈ ഭൂമിയുടെ മുകളിൽ ജീവിക്കാൻ വേണ്ടി, നിങ്ങൾ ഈ ഭൂമിയുടെ മുകളിൽ ജീവിക്കാൻ വേണ്ടി അതോടൊപ്പം തന്നെ ആവർത്തിച്ച് ഈ വാക്കിനടിവരയിടുക. സഹോദരങ്ങളെ ഈ ഭൂമിയുടെ മുകളിൽ അല്ലാഹു വെച്ചിരിക്കുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ വേണ്ടി, സൂറത്തുൽ മുൽക്കിന്റെ ആയത്താണ്. നിങ്ങൾ മാന്യമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്? ഖുർആൻ തന്നെ പറയട്ടെ, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിനത് തയ്യിബാതി വഅമലൂ സാലിഹാ. ഈ ഭൂമിയുടെ മുകളിൽ നിങ്ങളുടെ സമ്പാദ്യം ഹലാലായിരിക്കണം. എന്നാണോ സമ്പാദ്യം ഹലാലാവാതിരിക്കുക? എന്നാണോ സമ്പാദ്യം ഹലാലാവാതിരിക്കുക? പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, എന്നാണോ സാമ്പത്തിക സ്രോതസ്സിന്റെ വിശുദ്ധി നഷ്ടപ്പെടുക? ആ സമയത്ത് ഈ ഭൂമി വേട്ട മൃഗത്തെ പോലെ തുള്ളിച്ചാടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കാരണമെന്താ? പലിശ കച്ചവടക്കാരൻ അധികരിക്കുമ്പോ, കല്ല് കച്ചവടക്കാരൻ അധികരിക്കുമ്പോ, സ്വന്തം പെങ്ങളെ വിൽക്കുന്നവൻ അധികരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോഴിക്കോട് ടൗണിൽ പെൺവാണിഭം നടന്നു. 45 വയസ്സുള്ള സുമയ്യ എന്ന പെണ്ണിനെ അറസ്റ്റ് ചെയ്തു. അവളുടെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട പെണ്ണാരാ? 12 വയസ്സുള്ള പൊന്നുമോളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. കോഴിക്കോട് ജില്ലയിൽ ഇസ്ലാമിക സാംസ്കാരിക ലോകത്തിൽ നടന്ന കോഴിക്കോട് ജില്ലയുടെ ഹൃദയഭാഗത്ത് അപ്പാർട്ട്മെന്റിൽ പെൺവാണിഭം നടന്ന് സുമയ്യ എന്ന മാതാവിനെ അറസ്റ്റ് ചെയ്തു. കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് 12 വയസ്സുകാരി. പെൺവാണിഭത്തിന് അറസ്റ്റ് ചെയ്ത പെണ്ണിനോട് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോ പറഞ്ഞതെന്താ? എന്റെ സ്വന്തം അമ്മയാണ്, എന്റെ സ്വന്തം ഉമ്മയാണ്. 9 മാസം എന്നെ ഗർഭം ചുമന്ന് മരണത്തിന് സമാനമായ വേദന സഹിച്ചെന്നെ പ്രസവിച്ച എന്റെ ഉമ്മയാണ്. ബാക്കിയുള്ളവൻ എന്നെ കൂട്ടിക്കൊടുത്തതെന്ന് പറഞ്ഞ് 12 വയസ്സുള്ള പൊന്നുമോളെ കൂട്ടിക്കൊടുത്തിട്ട് സമ്പാദ്യം ഉണ്ടാക്കുന്ന പോറ്റുമ്മയുടെ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോ
പോറ്റുമ്മയുടെ കാലത്ത് ജീവിച്ചിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആവർത്തിച്ച് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇൻഷാ അല്ലാഹ് വല്ലപ്പുഴയിൽ അഹമ്മദ് കബീർ ഇനി പറയാൻ പറ്റിയില്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു എന്നുള്ള വാർത്തയാണ് കേട്ടതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു അമാനത്തായിട്ട് തന്ന ഭർത്താവിന്റെ കൈ പിടിച്ച് ഇന്റർനെറ്റിന്റെ കഫേകളിലോ റിയാലിറ്റി ഷോയുടെ ചാനലുകളിൽ ഉണ്ടാക്കി അവിടെ നിന്ന് കിട്ടുന്ന സമ്പാദ്യം ഹറാമാണെന്ന് ആ സമ്പാദ്യത്തിന്റെ പേരിലാണ് ഈ ഭൂമി ഉറഞ്ഞു തുള്ളുന്നതെന്ന്, ഈ ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞതല്ലല്ലോ. ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ